ഹലോ ഗായ്സ്, അസ്സലാമലൈക്കും. അപ്പം നമ്മൾ അടുത്ത് പോകുന്നത് മേട്ടുപാളയാണ് കേട്ടോ. അവിടെ ഫസ്റ്റ് ടൈമാണ് ഞാൻ പോകുന്നത്. അവിടെ എങ്ങനെ ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. പോയി വന്നിട്ട് ഗായ്സ്, അപ്പം നമ്മൾ വിചാരിച്ച സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഗായ്സ്. ഇപ്പം നമ്മൾ വിചാരിച്ച സ്ഥലത്തെത്തി. അവിടെ ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോകണം, എന്നാലാണ് ടിക്കറ്റ് എടുക്കാൻ പറ്റുള്ളൂ. ടിക്കറ്റ് എടുത്താലേ നമ്മൾ ഇവിടെയുള്ള എല്ലാ ഇതിലും ഞങ്ങൾക്ക് കയറാം. உணவு மற்றும் தின்பண்டங்கள் பார்க்கிங் உள் கொண்டு செல்ல பார்க்கிங் உள் வந்த பின் மீண்டும் நுழைய கண்டிப்பாக அனுமதி கிடையாது. நன்றி. Your kind attention please. Bringing outside food and eatables into the park are strictly prohibited. I repeat, bringing outside food and eatables into the park are strictly prohibited. Thank you. Your kind attention please. Consumption of alcohol in and around the park is strictly prohibited. I repeat, consumption of alcohol in and around. ഒരുപാട് എന്താ പറയുക, ഫോട്ടോ എടുക്കാനുള്ള ഇതൊക്കെ ഉണ്ട്. അതുപോലെ അവിടെ ഒരു ജോക്കർ നിൽക്കുന്നു. കൈ എടുക്ക്. ജോക്കറുടെ അവിടെ അടിപൊളി ഫോട്ടോ എടുക്കാനും അതുപോലെ ചെറിയ അടിപൊളി വീടുകളൊക്കെ ഉണ്ടാവില്ലേ, കൈ കൊടുക്കടി കൊടുക്ക് ഫോട്ടോ എടുക്കാം എന്നാണ് വിചാരിക്കുന്നത്. എല്ലാ വീഡിയോ ആണ് ഗൈസ്. വീഡിയോ എടുത്ത് കൈയ്യൊക്കെ കൊടുത്ത് ഹാപ്പിയായി മുന്നോട്ട് പോകണം. നമ്മളാദ്യം ഇവിടെ എന്താണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കിയപ്പോൾ എന്താ വെച്ചാൽ പാരസിൻ്റെ കുറേ കാര്യങ്ങൾ കാണാൻ പറ്റുന്നതാണ് പറയുന്നത്. ഞാൻ ഏത് സ്ഥലത്താണ് പോകേണ്ടത് എന്നുള്ളതാണ് നമുക്ക് അറിയുന്നത്. എല്ലാ സ്ഥലത്തും ഇങ്ങനെ നോക്കിയോടൊക്കെയാണ് ഏത് ഭാഗത്ത് അപ്പോൾ വേറൊരു തേക്ക് ഭാഗമുണ്ട്, അതിൻ്റെ ഉള്ളിൽ കൂടാണ് സംഭവം പോകുന്നത്. അങ്ങനെ ഇവിടെ കയറാൻ പോകേണ്ടത്. അങ്ങനെ കണ്ടു ഞാൻ ആദ്യം പേടിച്ചത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അവിടെയുള്ള എന്താ പറയുക, ഇരുട്ടായതുകൊണ്ട് ഫുള്ളും പേടിയാവും. എന്നെ കാണില്ല കയറിയിട്ട് കിട്ടിയത്. വേഗം അതിന് ഇറങ്ങിയാണ് കേട്ടോ. മുന്നിൽ സംഭവം ഒറ്റക്ക് പോകുമ്പോഴേക്ക് പേടിയാ. ഈ നടക്കണ എടുത്തിട്ട് എന്താ കാര്യമില്ല ഞാനാലോചിക്കണം. ഇവിടെ എന്താ വെള്ളം കുട്ടില്ല എന്നാ നമുക്ക് ഇതിൽ ആദ്യം പോവാം. ഇവര് കയറണം, അത് കഴിഞ്ഞിട്ട് നമുക്ക് കയ്യിൽ പോവാം.
എൻ്റെ ബാഗും ഇതൊക്കെ എടുത്ത് മണ്ടുട്ടോ, ഫോണൊക്കെ എടുത്തിട്ട്. നാഫിൻ്റെ കൂട്ടുകാരെ കണ്ടപ്പോൾ നാഫിക്ക് വളരെയധികം സന്തോഷമായിട്ടുണ്ട് ഗൈസ്. ഇപ്പം പറഞ്ഞത് കറക്റ്റായി. എടി ഇവിടെ സ്റ്റോപ്പാണ് അല്ലേ വെള്ളം? ഇതിൻ്റെ അടിയിലെല്ലാം ഉണ്ട്, ലോഡില്ല. ടിക്കറ്റ് എടുത്ത് ഇരിക്കണുണ്ടോ ഒരാള്? ഫോൺ എടുത്ത് പോണറില്ല കേട്ടോ. ഞാൻ എല്ലാതും ഒരേപോലെ ഉണ്ട്. എന്നതിൽ കാണേണ്ടത് കേറി കേറി. ആ കുട്ടി പോണ്ട കുക്കും. അടുക്ക് ഈ നാഫിൻ്റെ കൂട്ടുകാരന്മാരെ കണ്ടാൽ നാഫിക്ക് ഭയങ്കര സ്നേഹമാണ്. എടാ നാഫിനൊന്ന് ഫോളോ ചെയ്യണേ, ചെയ്യൂട്ടോ. കുറച്ച് ലൈക്കും കമൻ്റൊക്കെ ചോദിച്ചു എന്നോട്. നമുക്ക് എന്നാ ടൈം കയറാം. വാ, നമുക്ക് തിരുമ്പ കയറാം. ഈ ഊഞ്ഞാൽമ കയറാതെ വാ. അർജന്റ് കുട്ടിയുടെ അടുക്ക് പായണിച്ച് മനസ്സിലായില്ല. നമുക്ക് നിർത്തമൊന്നുമില്ലെന്ന് പറഞ്ഞു. നിർത്തമൊന്നുമില്ലെന്ന് പറഞ്ഞു. രണ്ടാളെ കയറാൻ പറ്റുള്ളൂ. രണ്ടല്ലേ കയറാൻ പറ്റുള്ളൂ? 2 പേരല്ലോ കയറാൻ വരുന്നില്ല. വാ അങ്ങോട്ട്. വീഡിയോ എടുക്കാൻ ഒരാളെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോ എടുത്ത് ഞങ്ങളെ കാണുന്നതിൽ ഞങ്ങൾ കൈ കൈയോട് കാണിക്കുന്നുണ്ട്. ആണെന്ന് അറിയാൻ വേണ്ടി കൈയോട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം വലിയ പോയപ്പോൾ നല്ലൊരു എന്താ പറയുക ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. പിന്നെ അത് നല്ല സ്പീഡ് കൂട്ടിയപ്പോൾ എന്തെല്ലാം ഒരു ഇതും പോയി. അങ്ങോട്ട് കൊണ്ടിട്ട് കുച്ചോരെടുത്തു. ഇല്ല ഇല്ലാന്ന് പറഞ്ഞേ മസാല ഇല്ല.
നമുക്ക് വേണമെങ്കിൽ വീഡിയോ എടുക്കാം കേട്ടോ. ഇതിന് ഓരോരുത്തരാണല്ലേ. മുന്നിലിരിക്കണം, അതിൻ്റെ രസം കിട്ടാൻ മുന്നിലിരിക്കണം. അതിൻ്റെ രസം അല്ലേ. അപ്പോൾ അടുത്തത് നമ്മളതിൻ്റെ ഇതിൻ്റെ മേലെ കയറിയല്ലാണ്ട് അടിപൊളിയായിട്ടുള്ള മൈവില് പോലൊക്കെ മേലെ നിന്ന് വെള്ളം വരും. പക്ഷേ ഇതിൻ്റെ ടൈം ആയിട്ടില്ല, 4:30 ടൈം എന്തോ ആണ് ഇതിൻ്റെ ടൈം. അപ്പോൾ ഒന്ന് വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറിയിട്ട് ഒന്ന് ഇറങ്ങാനുള്ള പ്ലാനിലാണ്. കയറിയപ്പോൾ നല്ല അടിപൊളിയേനും, പിന്നെ ഇറങ്ങാൻ നല്ല സുഖമൊക്കെ ഉണ്ടേനും. അന്നേക്ക് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഫീല്, അതുപോലെ നല്ലൊരു അടിപൊളിയാണ് കേട്ടോ അവിടുത്തെ വൈബ് കാര്യങ്ങളൊക്കെ. വെള്ളത്തിൻ്റെ അവിടെ ഇതാണ് സംഭവം. ഇതിൻ്റെ ഉള്ളിലെല്ലാവരും വെള്ളം വന്നാലും ഇങ്ങനെ ചാടി കളിക്കലെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇതിന് ടൈം ആയിട്ടില്ല. അടിപൊളിയായിട്ടുള്ള മൈദിയിൽ ഒരുപാട് കാണാനും അതുപോലെ പാട്ടിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങൾ. ആളുകൾ ഡാൻസ് കളിക്കലാണ്, അതിൽ പാട്ട് മേലൊക്കെ ഡാൻസ് കളിക്കാൻ ഉള്ളതാണ്. ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ട്. 101 സംഭവങ്ങൾ ഇവിടെ കാണാനുണ്ട് എന്നാണ് അവിടെ എഴുതി വെച്ചത്. പക്ഷെ ഒരുപാടുണ്ട്, ഒരുപാട് ഫുള്ളും വെള്ളച്ചാട്ടം അങ്ങനെ ഇങ്ങനെയൊക്കെ കേട്ടോ. പിന്നെ എന്താ പറയുക, അടിപൊളിയാണ്. ഇതുവരെ ഇങ്ങനൊരു സ്ഥലത്ത് ഞാൻ പോയിട്ടില്ല. എല്ലാവരും കൊണ്ടുപോകണുണ്ടല്ലോ ഒരു സംഭവം. പിന്നെ അവിടെ നമ്മൾ അടുത്ത ഇതിൽ പോവാണ് കേട്ടോ ഗൈസ്. വെള്ളം കണ്ടാൽ പിന്നെ എനിക്ക് ഞങ്ങളൊക്കെ പാർക്കിലൊക്കെ പോയാൽ കുട്ടികൾക്ക് കളിക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് എല്ലാവർക്കും കളിക്കാം, നല്ല അടിപൊളിയായിട്ടുള്ളതാണ്. ഇറങ്ങണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്താ ഫോണൊന്നും നനയെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയിട്ടില്ല. പിന്നെ അവിടെയുള്ള അടിപൊളി ഫുള്ള് കാണാമെന്ന് വിചാരിച്ച് ഫുള്ള് കാണാം ഗൈസ്. അടിപൊളിയാണ്. ഞാൻ ഫുൾ ഹാപ്പി ആയതുകൊണ്ടാവും ചിലപ്പോൾ പൊട്ടത്തരം കളിക്കുന്നത് കേട്ടോ ഗൈസ്. അങ്ങനെ എന്താ പറയുക, എല്ലാതും കണ്ടു പോകുമെന്ന് പറഞ്ഞു. പിന്നെ എന്താ പറയുക, അടിപൊളിയായിട്ടുള്ള ബനിയനും കാര്യങ്ങളൊക്കെ ഇട്ട് ഇറങ്ങിയല്ലോ. പിന്നെന്താ, അടിപൊളിയാണ്. വെള്ളത്തിൽ കളിക്കണമെങ്കിൽ ബനിയനും ട്രൗസറും ഇടണം നിർബന്ധം ആണ് കേട്ടോ ഗൈസ്. അങ്ങനെ അതിടാൻ വേണ്ടി പോയിക്കാണ്. ഞാനല്ല കേട്ടോ, ഞാനൊന്ന് വിചാരിക്കേണ്ട ഇക്കയാണ്. പിന്നെന്താ, ചായ കുടിക്കാൻ ഞാൻ ക്ലാസ് ചായ വാങ്ങി വന്നതാണ് അവിടെ നിന്ന് കഷ്ടപ്പെട്ടിട്ട്. അത് കുടിക്കേണ്ട ആൾ ഞാൻ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ അവിടെ തന്നെ വാങ്ങിട്ടോ ഗൈസ് ക്ലാസ്സും ചായയൊക്കെ. അങ്ങനെ ഞാനും ചായ കുടിക്കുകയാണ്. എൻ്റെ ഇരുത്തം കണ്ടല്ലോ ആരും പേടിക്കേണ്ടത് ഗൈസ്. അത്രക്കും വെള്ളം വയ്ക്കുന്നുണ്ടായിരുന്നു. ഫോട്ടോ എടുക്കാനാണെന്ന് പറഞ്ഞ് തന്നിട്ട് ഞാൻ ഫുള്ള് വീഡിയോ കാര്യങ്ങളൊക്കെയാണ് എടുക്കുന്നത് കേട്ടോ ഗൈസ്. അങ്ങനെ ഞങ്ങൾ വേറെ അടുത്തൊരു സംഭവത്തിൽ പോവാണ്. അപ്പോൾ ഞാൻ വെള്ളത്തിലിറങ്ങാൻ പോവാണ് ഗൈസ്. അപ്പോൾ വെള്ളത്തിലിറങ്ങുന്നത് കുറച്ച് നേരം ഉണ്ടാവുള്ള വീഡിയോ ഫുള്ളി ആയിടുന്നില്ല കേട്ടോ ഗൈസ്. നാഫി ഗൈസ് അവിടെ സ്റ്റക്കായി തള്ളി വരുന്ന ഗൈസ് വരുന്നില്ല, കുടുങ്ങിക്ക. എന്തുണ്ടായി? നാഫി ആകെ കൊളായിട്ട് അവിടെ തള്ളി വരുന്നുണ്ട് ഗൈസ്. എന്ത് നാഫി അവിടെ കുടുങ്ങിച്ച് നീക്കിട്ട വേറെ ആൾക്കാർ വരുന്നുണ്ട്. എന്ത് സംഭവിച്ചു? എവിടെ എന്ത് കുടുങ്ങി? അത് ശരി. കുടിക്കൻ്റെ കാല് പിടിക്കടാ.
ഒരുപാട് പോകാറുണ്ടോ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞാൽ വേറൊരു സംഭവം ഉണ്ട് കേട്ടോ ഗൈസ്. ഇവിടൊക്കെ ഗ്യാപ്പ് ഉണ്ട് കേട്ടോ, സ്ഥലം ഉണ്ട് തന്നെ കേട്ടോ. ഇങ്ങോട്ട് നോക്കേ, വിൽക്കണ്ട, അങ്ങോട്ട് വെക്കണ്ട, നടക്ക് നടക്ക്. ഇങ്ങോട്ട് പോരച്ച്, ഇങ്ങോട്ട് പോരെ, നടക്ക്. ഞാൻ ഫാന പേടിച്ച് എടീച്ച് പേടിച്ചു സാധനം. എടി അതിൻ്റെ ഉള്ളിലേക്ക് എന്തോ ഉണ്ട് കേട്ടോ, ഒരു വഴി ഉണ്ടല്ലേ അവിടേക്ക് ഉണ്ടോക്കാം. ഇവിടെ എന്തോ ഉണ്ടടി, അങ്ങോട്ട് പോയില്ല. ഇനി പോവാ ഇവിടുന്ന് മിക്കതോടും, ഇനി ഇവിടെ വേണ്ട. എടി ഇവിടെ ട്രെയിൻ ഉണ്ടടി ആണോ, ബോട്ടിംഗ് അല്ല, മുകളിൽ ട്രെയിൻ ഉണ്ട്. ഇതിലെ പറഞ്ഞിരുന്നു അത് നിൽക്കണ്ടായിരുന്നോ, കുഴപ്പമില്ല, ഇതിൽ വന്നോ. അപ്പോൾ ഗൈസ് ഇന്നത്തെ ബ്ലോഗ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ വീഡിയോ കാണണമെങ്കിൽ എന്തായാലും നമ്മൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടായാലാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോക്കായി എല്ലാവരും കാത്തിരിക്കുക. ബൈ.